എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ ഒരു ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ്. ഞാനും ഫ്രണ്ട്സും കൂടി മസനഗുഡി മുതുമല ടൈഗർ റിസർവ് ഒന്ന് പോയിട്ട് വരാം. ഞങ്ങളിങ്ങനെ വയനാട് കുറ്റിയാട് ചെലവാക്കി ചായയൊക്കെ കുടിച്ച് ചായ പഴംപൊരി അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല തണുപ്പാ, നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല നല്ല രസമുള്ള അറ്റ്മോസ്ഫിയറാണ്. അവിടെ ഇറങ്ങി ഒരു ചായ പഴംപൊരിയൊക്കെ കഴിച്ചു നമ്മള്. അത് കഴിഞ്ഞ് അന്ന് യാത്ര കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞങ്ങൾ തമിഴ്നാടെത്തി. എവിടെ സ്ഥലം അറിയില്ല കറക്റ്റ്. ഒരു തേയിലത്തോട്ടം കണ്ടപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. നല്ല വ്യൂ പോയിന്റ്, നല്ല വ്യൂ ആണ്. അടുത്ത കാഴ്ചകൾ കണ്ട് യാത്ര തുടർന്നു. അങ്ങനെ മുതുമല ടൈഗർ റിസർവിന്റെ ഒരു എൻട്രൻസ് ഗേറ്റിലെത്താറായി. ഈ കാണുന്നതാണ് മുതുമല ടൈഗർ റിസർവിന്റെ എൻട്രൻസ് ഗേറ്റ്. ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഫോറസ്റ്റിനകത്ത് കടന്നു. പോകുന്ന വഴിയിലൊക്കെ മാനുകളെ കാണാൻ തുടങ്ങി, പുലിമാന്. ഇനി നടന്നിട്ട് പോകുന്നത് ഇവിടുത്തെ ട്രൈബൽ ആൾക്കാരാണ്. കാരണം വെച്ചാൽ ബാക്കിയുള്ളവർക്ക് റോഡിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, വണ്ടിയൊന്നും നിർത്താൻ പറ്റില്ല. ഇവിടെ മ്യൂസിക് ഉള്ളതുകൊണ്ട് നല്ല ഫൈൻ കിട്ടും ഇവിടെയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ, ഫോറസ്റ്റ് ഇറങ്ങിട്ടാല്. മാനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പോകുന്ന വഴിയിലൊക്കെ മാനുകളുണ്ട്. കാട് ഫുള്ള് നല്ല പച്ചപ്പാണ്. കാരണം വെച്ചാൽ മഴയെല്ലാം ഉണ്ട്. നമ്മൾ ഈ മഴക്കാലത്താണ് പോയിട്ടുള്ളത്. അങ്ങനെ മസനഗുഡി എത്തി. മസനഗുഡി നമ്മൾ സ്റ്റേ ഒരു മസനഗുഡി ടൗണിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ സ്റ്റേയിലൊക്കെ പോകുന്ന വഴിക്ക് ചെറിയ ചായക്കട ഉണ്ടായിരുന്നു, അത് നടത്തി. അതുപോലെ ബജിയും ചായയൊക്കെ കുടിച്ചു. ചെറിയൊരു വില്ലേജാണ്, ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു വില്ലേജ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേ. അപ്പുറത്ത് കാണുന്നത് ഫുള്ള് ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റ് ഏരിയ. ഇതിന്റെ ബാക്കിലോട്ട് ഉള്ളിൽ ചെറിയൊരു വില്ലേജാണ്. വേറെ സ്റ്റേകളൊന്നും ഇല്ല അടുത്ത്. നല്ല അടിപൊളി പ്ലേസ് ആണ്. ഇവിടുത്തെ കെയർടേക്കർ പറഞ്ഞാൽ രാത്രി ആകുമ്പോൾ ഇവിടെ ഒക്കെ മാനുകൾ ഉണ്ടാകുന്ന പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു 3 പട്ടി ഉണ്ടായിരുന്നു. ഒരു പട്ടീനെ പുലി പിടിച്ചെന്നാ പറഞ്ഞത്. പുലിയും ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. നോക്കാം രാത്രി ആനയോ പുലിയോ ഒറ്റ വരും എന്നുള്ളത്. ഞങ്ങളിങ്ങനെ സ്റ്റേയുടെ മുന്നിലോട്ട് നടക്കുമ്പോൾ അതേപോലെ മാനിന്റെ കൊമ്പ്, മാനിന്റെ എല്ല് ഇതൊക്കെ കിട്ടി. മിക്കവാറും പുലി പിടിച്ചതായിരിക്കും. അധികം ദൂരം അങ്ങോട്ട് പോയില്ല, കാരണം വെച്ചാൽ അപ്പുറം പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണ്. അങ്ങനെ ഇന്ന് പുറത്തേക്ക് എവിടും പോകുന്നില്ല. സ്റ്റേ ഇതൊക്കെ സ്റ്റേയുടെ വ്യൂ ആണ്. ഇവിടുത്തെ കെയർടേക്കർ വിനോദം. പുള്ളി നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാണ്, രാത്രിത്തേക്കുള്ള ഫുഡ്. രാത്രി ചിക്കനും ചപ്പാത്തിയൊക്കെയാണ് കഴിച്ചത്. പിന്നെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് രാവിലെ കാണാം. ബൈ.